അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ വന്ദി നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ക്രിസ്തു എത്രത്തോളം എന്നിൽ വെളിപ്പെടുന്നോ അത്രത്തോളമേ എനിക്ക് കർത്താവിനെ പങ്കുവെക്കുവാനായി കഴിയത്തുള്ളൂ. എന്നിലൂടെ പുതിയതൊന്ന് ചെയ്യുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇതുവരെ ആരും ചെയ്യാത്തത് ചെയ്യുവാൻ. രാജ്യത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, നാം ആയിരിക്കുന്ന സാഹചര്യത്തിനു വേണ്ടി, ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ചിലത് എന്നിലൂടെ പ്രവർത്തിക്കണം, നിങ്ങളിലൂടെ പ്രവർത്തിക്കണം. അത് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ കർത്താവ് തിരഞ്ഞെടുത്ത ഓരോ പ്രവാചകന്മാരെയും തൻ്റെ മക്കളെ ഓരോരുത്തരെയും ശുശ്രൂഷയിലാക്കുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ, അതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ചിലത് അവരിലൂടെ കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. നിങ്ങളെയും കർത്താവ് ആ വിധത്തിൽ ദേശത്തിൽ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെക്കുവാൻ തക്കവണ്ണം നിങ്ങളെയും വ്യത്യസ്തമായ വിധത്തിൽ കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ. നമുക്കിനി മെസ്സേജിലേക്ക് പോകാം. അപ്പോസ്തലന്മാർ അവരുടെ ശുശ്രൂഷകൾ ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ അവർ അതാത് സ്ഥലത്ത് വ്യത്യസ്തമായി ദൈവം അവരെ പ്രയോജനപ്പെടുത്തിയിരുന്നു. എഫെസസിൽ അവർ ചെന്നപ്പോൾ ദൈവം അവരെ ഉപയോഗിച്ച രീതി വേറെയായിരുന്നു. കൊരിന്തിൽ അവർ ചെന്നപ്പോൾ ദൈവം അവരെ ഉപയോഗിച്ച രീതി വേറെയായിരുന്നു. മെക്കോദോനിയയിൽ അവർ ചെന്നപ്പോൾ ദൈവം അവരെ ഉപയോഗിച്ച വിധം വേറെയായിരുന്നു. ഗലാത്തിയിൽ അവർ ചെന്നപ്പോൾ ദൈവം അവരെ ഉപയോഗിച്ച വിധം വേറെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനനുസരിച്ച് ദൈവം ചില പുതിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് കര ഉയർത്തി പറയോ, ഈ രാജ്യത്തിനനുസരിച്ച്. ഓ കമോൺ, വായി തുറക്ക, എന്നോടൊപ്പം പറ, ഈ രാജ്യത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങളെ ചെയ്യുവാൻ. നിങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് അതിനൊന്ന് പ്രാർത്ഥിക്കുക. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പുതിയതൊന്ന് ചെയ്യുവാൻ, പുതിയതൊന്ന് ആരംഭിക്കുവാൻ എന്റെ ദൈവത്തിന് സാധ്യമാണ്. കമോൺ, ഒരിക്കൽ കൂടെ പറഞ്ഞേട്ടെ, ഒരിക്കൽ കൂടെ പറഞ്ഞേട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. എന്റെ ദൈവത്തിന് പറ്റും. നോക്കോ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടേക്ക് വേണ്ടി, ഈ കാര്യത്തിന് വേണ്ടി ദൈവം വ്യത്യസ്തമായത് ചിലത് ചെയ്യുവാൻ തയ്യാറാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ ആമേൻ. ശബ്ദം ഉയർത്തി പറ ആമേൻ. ശബ്ദം ഉയർത്തി പറ ആമേൻ. പൗലോസ് പറയുക, പൗലോസ് അതുവരെ ഉണ്ടായിരുന്നൊരു വെളിപ്പാട് ആ പൗലോസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പൗലോസ് അതിനെ റെക്ടിഫൈ ചെയ്യുക. എങ്ങനെയാണ്? ഇങ്ങനെ ആയിരിക്കണം. പല സഭയ്ക്കുള്ള നിർദ്ദേശങ്ങളും പൗലോസ് എഴുതിയത്. പല സഭയുടെ ദൈവിക ഉദ്ദേശങ്ങളും ദൈവസഭ എങ്ങനെയാണ് നയിക്കപ്പെടേണ്ടതെന്ന് നിർദ്ദേശങ്ങളിൽ കൂടുതലും പൗലോസ് എഴുതിയത്.
നിങ്ങളിത് പറയുമ്പോൾ ചെറുതായി കാണരുത്. പൗലോസ് യേശുവിന്റെ കൂടെ 3.5 കൊല്ലം ഇല്ലായിരുന്നു. യേശുവിന്റെ കൂടെ നടന്നിരുന്ന ഒരാൾക്ക് യേശുവിന്റെ ഹാർട്ട് അറിയാമെന്നും യേശുവിന്റെ കൂടെ ഇരുന്ന ആളാണ് അടുത്ത ആ സഭയെ വിഭാഗനം ചെയ്തത് യേശുവിൽ നിന്ന് പ്രാപിച്ചതെന്നും അവരിത് എഴുതിയതെന്നും പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഞാൻ സോളി പലപ്പോഴും ചോദിച്ചു, എന്തുകൊണ്ട് പൗലോസിന് ദൈവം അത് വെളിപ്പെടുത്തി? ഇറ്റ് ഈസ് സോ സിമ്പിൾ. അല്ല എങ്കിൽ നമ്മൾ പറഞ്ഞേനെ, യേശുവിൻ്റെ കൂടെ നടന്ന ആളുകൾക്ക് മാത്രമേ പുതിയതൊന്നും പുതിയ കാര്യങ്ങളും അല്ല, യേശുവിൻ്റെ കൂടെ നടന്ന ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ, ബാക്കി ആർക്കും അത് പിടികിട്ടത്തില്ല എന്ന് നമ്മൾ പറഞ്ഞ് എൻ്റെ ദൈവത്തെ ലിമിറ്റ് ചെയ്തേനെ. എന്ന കർത്താവ് പറയുക, അല്ല, ഞാൻ പത്രോസിനല്ല വെളിപ്പെടുത്തിയത്, പൗലോസിനാണ് സഭ എങ്ങനെയായിരിക്കണമെന്ന് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ആര് പുതിയതായി വന്നാലും നിങ്ങൾക്ക് എൻ്റെ സഭയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം തരാൻ എനിക്ക് കഴിയും. ഒന്ന് കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു രാമേൻ പറഞ്ഞാട്ടെ. സ്കൈ ഡിഫറെന്റ്. നമ്മുടെ തലയിൽ അത് വരുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പത്രോസിനത് മനസ്സിലായെങ്കിൽ ഇറ്റ്സ് ഓക്കെയാ. ഈ യോഹന്നാൻ പറഞ്ഞ ശരിയാ, ഞാൻ തൊട്ടതും എൻ്റെ കണ്ണ് കണ്ടതുമായ സാക്ഷ്യത്തെ ഞാൻ പറയുന്നത് റൈറ്റ്. എന്നാൽ പൗലോസ് യോഹന്നാനോ പത്രോസോ അല്ല ഈ സഭയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. എൻ്റെ കൂടെ ഉണ്ടോ സോളി? എൻ്റെ ഭാഷയിൽ പറഞ്ഞ എബ്രായ ലേഖനം എഴുതിയത് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും പൗലോസാന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ മോശ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് എങ്ങനെയാണ് കൂടാരത്തിൻ്റെ പെട്ടകത്തിൻ്റെ മാതൃക, സമാഗമന കൂടാരത്തിൻ്റെ മാതൃക പ്രാപിച്ചതുപോലെ ദൈവം പൗലോസിനെ സഭയെക്കുറിച്ചുള്ള ഒരു മാതൃക, ഒരു ബേസ്മെന്റ്, ഒരു ബോധ്യം സഭയെക്കുറിച്ച് ലഭിച്ചതാണ് ഇന്ന് പുതിയ നിയമസഭ മുഴുവനും. അത് 3.5 കൊല്ലം നടന്ന ശിഷ്യനല്ല വാസ്തവത്തില്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു, 3.5 കൊല്ലം നടന്ന ശിഷ്യനല്ല. അതുകൊണ്ടാ നമുക്ക് ഗലാത്യ സഭയിലേക്ക്, ഗലാത്യ ലേഖനങ്ങളിലേക്ക് ഒന്ന് വരാം. 1 അധ്യായം ഒന്ന് വായിക്കാം, അതിന്റെ 15, 16 വാക്യം ഒന്ന് വായിക്കാം. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ഭയങ്കര കാര്യമാണ് പറയുന്നത് കേട്ടോ. എന്നെ ജനനം മുതൽ ദൈവം വേർതിരിച്ചു. എല്ലാവരും പറയാമോ? എന്നെ ജനനം മുതൽ, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്തിനു വേണ്ടി ദൈവം കണ്ടതാ? ഈ രഹസ്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി കണ്ടതാ. അത് തന്നെ 1 മണിക്കൂർ എനിക്ക് പറയാനൊന്നുണ്ട്. ഇന്ന് അങ്ങോട്ട് പോകത്തില്ല, നമ്മുടെ ചിന്ത അതല്ല. അടുത്ത വാചകം ഒന്ന് വായിച്ച ശേഷം, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിനെ. നിങ്ങൾ എല്ലാവരും ആ വാചകം ഒന്ന് വായിക്കാവോ? ഞാൻ തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ അറിയിക്കേണ്ടതിന്. അപ്പൊ ഞാൻ ജാതികളുടെ ഇടയിൽ മറ്റൊരാളോട് പറയേണ്ടതിനെ, സുവിശേഷം മറ്റൊരാളോട് പറയേണ്ടതിന്. എല്ലാവരും പറഞ്ഞേ, സുവിശേഷം മറ്റൊരാളോട് പറയേണ്ടതിന്, യേശുവിനെ മറ്റൊരാൾക്ക് പ്രസന്റ് ചെയ്യേണ്ടതിന്, യേശുവിനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്, യേശുവിന്റെ സുവിശേഷം മറ്റൊരാളോട് പ്രചരിപ്പിക്കുക, മറ്റൊരാൾക്ക് ഷെയർ ചെയ്യേണ്ടതിന്. അടുത്ത വാചകം ശ്രദ്ധിച്ചോ? അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ ഭയങ്കരോ എന്ന് പറഞ്ഞ യേശുവിനെ quite big. ഞാൻ ഇതിനെ 3 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഒന്നാമത്തെ ഒരു കാറ്റഗറി ഞാൻ തൊടത്തുള്ളൂ എന്ന്. ഒന്ന് ശ്രദ്ധിച്ചേ, തൻ്റെ പുത്രനെ പ്രസന്റ് ചെയ്യുവാൻ ദൈവം എന്നിൽ പ്രസാദിച്ചെന്ന്. നിങ്ങളെല്ലാവരും സുവിശേഷം പ്രസംഗിക്കുന്ന, യേശുവിനെ പങ്കുവയ്ക്കുന്ന നമ്മളെല്ലാവരും ഒരു ഫേവറിനകത്താണ്, ഒരു വിളിക്കകത്താണ്. യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തവരാണ്. നിങ്ങൾ ആരും അതിന് കൈ അടിച്ചില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. ഇനി അടുത്ത ഒന്നും കൂടെ വാക്യം വായിച്ചത്, എന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ. ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് ദൈവവചനം പറയുവാ അവനെ എന്നിൽ വെളിപ്പെടുത്തിയെന്ന. ഞാൻ ആ വാചകം വായിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ചിന്തിക്കുവാ, എന്ത് ഈ പറയുന്ന യേശുവിനെ നമുക്ക് ഒറ്റ വാചകത്തിൽ മനസ്സിലാവുന്ന എങ്ങനെയായിരിക്കും ഞാൻ പറയട്ടെ. സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, അതിനുവേണ്ടി ദൈവം അവൻ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതുകൊണ്ട് തീരത്തില്ല കാര്യം. നിങ്ങളൊന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ ഞാൻ മറ്റൊരാളോട് പറയണമെങ്കിൽ
യേശു ആദ്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടണം. മനസ്സിലായോ പറഞ്ഞേ? ഒന്ന് പറയാമോ സ്നേഹം പറഞ്ഞേ? യേശുവിനെ മറ്റൊരാളോട് എനിക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ ആ യേശു ആരാന്ന് എനിക്ക് മനസ്സിലാകണം. കുറച്ചും കൂടെ നന്നായി പറയാം, യേശുവിനെ കുറിച്ച് എനിക്ക് എത്രത്തോളം മനസ്സിലായോ അത്രത്തോളം മാത്രമാണ് എന്റെ ഗോസ്പലും. അതുകൊണ്ട് പൗലോസ് എഫെസ്യ ലേഖനങ്ങൾ പറഞ്ഞ പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ യേശുവിനെ കുറിച്ചുമുള്ള അറിവിനാൽ നിങ്ങൾക്ക് വെളിപ്പാടിനെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ നൽകേണ്ടതിന്. ഇതെങ്ങോട്ട് പോയാൽ കട്ടിയായി പോകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ സത്യത്തിൽ എനിക്ക് മറ്റൊരാളോട് യേശുവിനെ പറയണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നതിന് ഒരു ബോർഡർ ലൈൻ ഉണ്ട്. ആ ബോർഡർ ലൈൻ എന്ന് പറയുന്നത് ഞാൻ യേശുവിനെ എങ്ങനെ വെളിപ്പാടിൽ പ്രാപിച്ചിട്ടുണ്ടോ അത്രയും മാത്രമേ എനിക്ക് യേശുവിനെ മറ്റൊരാളോട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അങ്ങനെയല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നത് എത്രയധികം എനിക്ക് യേശുവിനെ ഗ്രഹിക്കാൻ കഴിയുന്നു അത്രയധികം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് യേശുവിനെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ആമേൻ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വണ്ടർഫുൾ ജീസസ്. നമുക്ക് ഒരു വാക്യങ്ങളോടെ വായിച്ച കുറച്ചും കൂടെ മനസ്സിലാകുക. നമുക്കൊന്ന് വായിക്കാം. 16-ാം വാക്യം വായിച്ച് റോമർ എഴുതിയ ലേഖനം 15-ാം അധ്യായം 16-ാം വാക്യം വായിച്ച് റോമർ 15 അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ച്. ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന് ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഭയങ്കര കാര്യം. അത് വിശദീകരിച്ച് തീർക്കാൻ ഒക്കത്തില്ല. എനിക്ക് നൽകിയ കൃപ അനുസരിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ തൊക്കെ വേണം ചിലത് അതിധൈര്യമായി എഴുതിയിരിക്കുവാണെന്ന്. അടുത്ത വാക്ക്, ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി എനിക്ക് പ്രശംസയുണ്ട്. അടുത്ത വാക്ക്, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചല്ലാതെ. നിങ്ങൾ ആ വാചകം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. ക്രിസ്തു ഞാൻ മുഖാന്തരം. നേരത്തെ നമ്മൾ എന്താ വായിച്ചേ? ക്രിസ്തുവിനെ നമുക്ക് എത്രയധികം മനസ്സിലായോ ആ മനസ്സിലായ അളവിനനുസരിച്ച് എനിക്ക് സുവിശേഷമുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തത എൻ്റെ അകത്ത് എത്രയുണ്ടോ അതാണ് എൻ്റെ സുവിശേഷം. ഇവിടെ പറയുക ആ മനസ്സ്. ഇനി ആ ഗലാത്യ ലേഖനം ഒന്നും കൂടെ വായിക്കണം. ഇവിടെ ഒന്നും കൂടെ വായിച്ചിട്ട് തിരിച്ചു പോകാം. നോക്കാം 18-ാമത്തെ വാക്യം. ക്രിസ്തു ഞാൻ മുഖാന്തരം. പൗലോസ് പറയുക എനിക്ക് വെളിപ്പെട്ട ക്രിസ്തു ഞാൻ മുഖാന്തരം എന്ത് ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ പൗലോസിന്റെ ഭാഷ പറഞ്ഞ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നിലൂടെ ക്രിസ്തു ചിലത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ വെളിപ്പാടുകൾ മാത്രമല്ല, എന്നിലൂടെ യേശു സംസാരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലായതാ ഞാൻ പ്രസന്റ് ചെയ്യേണ്ടത് സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ കുറച്ചും കൂടെ കയറി പൗലോസ് പറയുക, ഒരു പടിയും കൂടെ കയറിയിട്ട് പറയുക, എനിക്ക് യേശുവിനെ മനസ്സിലായതാ ഞാൻ പ്രസന്റ് ചെയ്തത്, എനിക്ക് മനസ്സിലായതാ എൻ്റെ വെളിപ്പാട്, ആ ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് ലഭിച്ച വെളിപ്പാടാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അതാണ് എൻ്റെ സുവിശേഷം. എന്നാൽ കുറച്ചും കൂടെ പൗലോസ് കയറി പറയുക, എന്നാൽ ക്രിസ്തു എന്നിലൂടെ ചിലത് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അല്ല, ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഞാൻ ഇനി സീറോയാണ്. എന്നിലൂടെ ക്രിസ്തു എന്ത് ചെയ്യാൻ തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങി. എന്നിലൂടെ കർത്താവ് എന്ത് ചെയ്യാൻ തുടങ്ങി? അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നിലൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അടയാളങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ജാതികളുടെ അനുസരണത്തിനായിട്ട്. എനിക്ക് തോന്നുക ഇത് 3-ാമത്തെ പ്രതലമാ. നമ്മളിപ്പോഴും 2-ാമത്തെ പ്രതലത്തിൽ പോലും വന്നിട്ടില്ല. ആദ്യത്തെ പ്രതലം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ പ്രസംഗിച്ചു തുടങ്ങുന്നത്. എന്നാൽ ബോധ്യത്തിൽ നിന്നല്ല പ്രസംഗിക്കേണ്ടത്, നമുക്ക് ലഭിച്ച വെളിപ്പാടിൽ നിന്നാണ്. അത് എനിക്ക് എത്രയധികം ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലായോ അതിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. അവിടെയാ സക്സസ്സും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത്. അവിടെയാ പുതിയ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത്. സോളി, എനിക്ക് മനസ്സിലായതേ, സഭ
വ്യക്തികൾ, വീടുകൾ, ജീവിതം, ബിസിനസ്, ജോലി, എന്തായിരുന്നാലും അത് അയാൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായിരിക്കണം. സോ സിമ്പിൾ എന്ന് പറഞ്ഞേ. സഭ, വ്യക്തികൾ, സുവിശേഷം, ബിസിനസ്, ജോലി, വിവാഹം, പഠനം, അറിവ്, കഴിവ്, ഇതെല്ലാം ഇതിൽ നിന്നുണ്ടാകണം. സോളി, യേശുവിലേക്ക് വന്ന ഒരാളുടെ ഉള്ള എങ്ങനെയായിരിക്കണം? ദൈവത്തിൽ നിന്നും പ്രാപിച്ചതിൽ നിന്നായിരിക്കണം അയാൾ ചെയ്യേണ്ടത്. പൗലോസ് പറയുക, ഞാൻ മുഖാന്തരം ക്രിസ്തു ചെയ്തു. ഇനി നിങ്ങൾ ഗലാത്യലേഖനം 1:16 നോന്നേ. ഗലാത്യലേഖനം 1:16 നോന്നേ. ഗലാത്യലേഖനം 1:16. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിനെ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. നിങ്ങൾ അതിനെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കട്ടെ. ഞാൻ 1:16 വാക്യം മനോഹരമാവേട് കേട്ടോ. കൊളോസ്യ ലേഖന, ഗലാത്യൻസ്, ഗലേഷ്യൻസ്, എവിടെ ഗലേഷ്യൻസ് 1:16 വാക്യം. But when God, who had chosen me and set me apart before I was born and called me through his grace and pleased to reveal his son in me so that I might preach him among the Gentiles. And നിങ്ങളൊരു കണ്ടോ, I did not കണ്ടോ, to reveal his son in me. കുറച്ചും കൂടെ നന്നായി പറയുക, എന്നിൽ ക്രിസ്തു വെളിപ്പെട്ടപ്പോ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. എന്നെ സോളി, എന്നിൽ ക്രിസ്തു വെളിപ്പെട്ടതായിരുന്നു എന്റെ സുവിശേഷം. എന്തായിരുന്നു സുവിശേഷം ചോദിച്ചാ? എന്നിൽ ക്രിസ്തു വെളിപ്പെട്ടതാണെന്ന് സുവിശേഷം എന്ന്. ഞാൻ അവിടെ ചിന്തിക്കുക, എന്നിൽ ക്രിസ്തു വെളിപ്പെടുന്നതാണോ സുവിശേഷം, അതോ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും പ്രസംഗിക്കുന്നതാണോ സുവിശേഷം? എനിക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ലഭിച്ച ബോധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന സുവിശേഷമോ? പക്ഷേ ഒരു പടി കൂടെ ഉയർന്നു പറയാം, എന്നിൽ ക്രിസ്തു വെളിപ്പെടുന്നതാ വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞ അവിടെ പൗലോസ് പറഞ്ഞു എന്നിൽ. റോമർ എഴുതിയ ലേഖനം 15:16 വായിച്ച് നമുക്ക് 17 വായിച്ച് നമുക്ക് മനസ്സിലാവും, ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചതല്ലാതെ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താൽ, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി എന്നിലൂടെ. വേറെ ഭാഷ പറഞ്ഞ ക്രിസ്തു എന്നിലൂടെ ജാതികളുടെ അനുസരണത്തിനായിട്ട്, ജാതികൾ വിശ്വസിക്കേണ്ടതിന്, അവിശ്വാസികൾ വിശ്വസിക്കേണ്ടതിന്. അടുത്ത വാചകം, വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും. നമ്മളിലൂടെ ആര് വെളിപ്പെടുക? സുവിശേഷം എന്ന് പറയുന്നത് നമ്മളിലൂടെ വെളിപ്പെടുന്നതാണ് സുവിശേഷം. ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുന്നതാണ് സുവിശേഷം. ഇത് കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോളി, ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുന്നതാ സുവിശേഷം എന്ന് പറഞ്ഞ ക്രിസ്തു നമ്മളിലൂടെ മാനിഫെസ്റ്റഡ് ആകുന്നതാണ് വാസ്തവത്തിൽ സുവിശേഷം. എൻ്റെ പ്രസംഗമല്ല ആളുകളെ മാറ്റുന്നത്, ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടുകയാണ്. ക്രിസ്തു എന്നിലൂടെ പ്രസംഗിച്ചു, അതാ വചനം. ക്രിസ്തു എന്നിലൂടെ അത്ഭുതങ്ങൾ ചെയ്തു, അതേ അടയാളം. ക്രിസ്തു എന്നിലൂടെ വീര്യപ്രവർത്തികൾ ചെയ്തു, അതാ വീര്യപ്രവർത്തികൾ. എന്നിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തു, അതാണ്. അപ്പൊ ക്രിസ്തു എന്നിലൂടെ മാനിഫെസ്റ്റഡ് ആകുന്നതാ സുവിശേഷം. എന്നിൽ ക്രിസ്തു വെളിപ്പെടുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, എത്രത്തോളം ക്രിസ്തു എന്നിൽ വെളിപ്പെടുന്നു അതിനനുസരിച്ചാണ് എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും. ഐ മീൻ നിങ്ങളുടെ സുവിശേഷം ക്രിസ്തു നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കട്ടെ. നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ കാണട്ടെ. ആ വിധത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ, വ്യത്യസ്തമായ ശുശ്രൂഷയിൽ, വ്യത്യസ്തമായ നിറവിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. എൻ്റെ പേര് റീന മോഹനൻ. 3 സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുന്നിലായിരിക്കുന്നത്. റീന മോഹൻ പിറവത്തെന്നാണ് വന്നത്. ഈ സിസ്റ്ററിന് 8 വർഷമായിട്ട് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് 2 വർഷമായിട്ട് പീരീഡ്സ് ഇല്ല. അങ്ങനെ വന്നപ്പോൾ
സിസ്റ്റർ 2 വർഷത്തിന് ശേഷം പീരീഡ്സ് വന്നപ്പോൾ 1 മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് സിസ്റ്റർ ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് തടിപ്പുണ്ടെന്ന് മനസ്സിലായത്. 2 തടിപ്പുണ്ടായിരുന്നു. ഒരു തടിപ്പ് യൂട്രസിലും ഒരു തടിപ്പ് അണ്ഡാശയത്തിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നത് മൂലം ഈ യൂട്രസിലുള്ള തടിപ്പ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ സിസ്റ്റർ ഡോക്ടർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ്. എന്നാൽ സിസ്റ്റർ നമ്മുടെ 5 മാസം മുന്നേ നമ്മുടെ ടൗൺ ഹാൾ മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു സിസ്റ്ററിൻ്റെ വയറിലെ കുഴപ്പങ്ങളെല്ലാം മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം സിസ്റ്റർ ഡോക്ടറെ കണ്ടപ്പോൾ ക്യാൻസറിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് സാക്ഷ്യപ്പെടുന്നത്. വയറ്റിലും അണ്ഡാശയത്തിലും മുഴയുണ്ടായിരുന്നു. ബ്ലീഡിങ്ങിനെ തുടർന്നാണ് ഡോക്ടറെ കാണിച്ചത്. അപ്പൊ അമ്മയ്ക്കുണ്ടായ പോലെ ക്യാൻസർ ഉണ്ടാകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 5 മാസം മുമ്പ് പ്രാർത്ഥിച്ചു. വയറിലെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഈ സിസ്റ്ററിന്റെ ഇടതുഭാഗം കാണാൻ ഇത്തിരി പ്രയാസമായിരുന്നു. സിസ്റ്റർ പറയുന്നത് കണ്ണ് ഇറുക്കി പിടിച്ചാൽ മാത്രമേ വായിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. കണ്ണ് ഇറുക്കി പിടിക്കണം, കണ്ണിങ്ങനെ പിടിച്ചാൽ മാത്രമേ വായിക്കാൻ സാധിക്കുള്ളായിരുന്നു. എന്നാൽ സിസ്റ്റർ നമ്മുടെ ടൗൺ ഹാൾ മീറ്റിംഗിന് വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ബൈബിൾ വായിക്കാമെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തുവായിരുന്നു കണ്ണിന്റെ പ്രശ്നം? ഞാൻ അന്ന് ഇവിടെ വന്നേ എന്നെ വിളിച്ചോണ്ട് പോയി ഇവിടെ കയറി വന്നു. അപ്പോൾ പറഞ്ഞു ആദ്യം ഞാൻ യൂട്രസിൻ്റെ ഇതാണ് പറയാൻ വന്നത്. അപ്പോൾ പറഞ്ഞു കണ്ണിൻ്റെ ഇവിടെ പ്രശ്നമുണ്ട്, പിന്നെ നിനക്ക് വയറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നീ അടുത്ത തവണ വരുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അത് 5 മാസം മുമ്പ് പറഞ്ഞതാ. അപ്പൊ അന്ന് കണ്ണും സൗഖ്യമായി, യൂട്രസും സൗഖ്യമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ ചേച്ചി മുന്നോട്ട് വിളിച്ച് അങ്ങോട്ട് ദൂത് പറഞ്ഞ കാര്യമോ? ഓക്കെ, അടുത്തത്. മൂന്നാമത്തെ സാക്ഷ്യം ഈ സിസ്റ്ററിന്റെ മകനും മകൾക്കും ജോലി ഇല്ലായിരുന്നു. ഇപ്പൊ സിസ്റ്റർ ഈ മാസത്തെ ഡെലിവറൻസ് ക്യാമ്പിന് തിരുവനന്തപുരത്ത് വന്ന് പങ്കെടുത്തു. അതിനുശേഷം തിങ്കളാഴ്ച ആയപ്പോഴേക്കും മകൾക്ക് ജോലി ലഭിച്ചു. വ്യാഴാഴ്ച കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞപ്പോ ജോലിയായി. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. അതുപോലെ മകന് പുറത്തു പോകാനുള്ള എല്ലാ പേപ്പേഴ്സും ശരിയായി എന്നാണ് സിസ്റ്റർ. മോനും മോൾക്കും ജോലിയായി. കഴിഞ്ഞ ഡെലിവറൻസ് ക്യാമ്പിന് വന്നു, 3-ാം ദിവസം ഇതെല്ലായി. ഒരു നല്ല ആമേൻ. നിങ്ങൾ എന്താ അനങ്ങാതിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ദൈവജനത്തിൽ പറയുക, ദൈവരാജ്യം എന്ന് പറയുന്നത് അത് എല്ലാത്തിനേക്കാളും വിലയുള്ളതാണ്, മുത്തിനേക്കാൾ വിലയുള്ളതാണ്. ഈ ലോകത്തിലായിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പെന്ന് തോന്നുന്ന സകലത്തിനേക്കാളും വിലയുള്ളതാണ് ദൈവരാജ്യവും ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളും കർത്താവ് നമ്മിൽ പകരുന്ന ഓരോ ആത്മീയ അനുഭവങ്ങളും. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് അത് പകർന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതായത് ദൈവം നിങ്ങളെ അത്രത്തോളം വിലയുള്ളതായി കാണുന്നു, വാല്യുബിളായി കാണുന്നു. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും കർത്താവ് നിങ്ങളെ വിലയുള്ളതായി കാണുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ, പ്രത്യേകിച്ച് സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നവർ, കയ്യിൽ വരുന്നതൊന്നും തികയുന്നില്ല, അത് ഏത് വിധത്തിലാണ് ചിലവാകുന്നതെന്ന് അറിയത്തില്ല. ഏത് വിധത്തിൽ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാലും പല വഴിയിലൂടെ ഈ മാസം ഉള്ളതുപോലെയല്ല അടുത്ത മാസത്തെ ചിലവ്. ഓരോ പ്രാവശ്യവും തൻ്റെ കൈകളിൽ നിന്ന് പണം എങ്ങനെയാണ് ചോരുന്നതെന്ന് അറിയത്തില്ല. ആ വിധത്തിൽ പ്രയാസത്തോടായിരിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് കർത്താവ് തൊടും. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ അവർ സമൃദ്ധി അനുഭവിക്കട്ടെ അപ്പാ, സമൃദ്ധി അനുഭവിക്കട്ടെ അപ്പാ, ദൈവിക സമൃദ്ധി അനുഭവിക്കട്ടെ അപ്പാ. തൻ്റെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ ചലിക്കണം അപ്പാ. തൻ്റെ കൈകളിൽ വരുന്നതെല്ലാം വർദ്ധിക്കണം അപ്പാ. അത് തികയുന്നില്ല എന്ന് തോന്നരുത്. നീക്കിയിരിപ്പുണ്ടെന്ന് പറയുന്ന വിധത്തിൽ, നീക്കിയിരിപ്പുണ്ടെന്ന് പറയുന്ന വിധത്തിൽ അതിന്മേൽ കർത്താവിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ. അനാവശ്യമായി തൻ്റെ ലൈഫിൽ വരുന്ന കർത്താവെ എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളും നീങ്ങിപ്പോകണം അപ്പാ. കർത്താവെ അതേപോലെ തന്നെ ഷട്ടിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ആ വീടിന്മേൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ, ആ വീടിന്മേൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ. അവർ അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് അവരെ വിടുവിക്കണമപ്പാ. കർത്താവേ, അത് ക്ലോസ് ചെയ്യണമെന്നുള്ള വക്കിലായിരിക്കുന്നു, പക്ഷേ അതിന്മേൽ വലിയൊരു വർധനമുണ്ടാകട്ടെ അപ്പാ. അപ്പോൾ അവസാനമല്ല, ഇതൊരു തുടക്കമാകട്ടെ അപ്പാ. വലിയൊരു വർധനം ഇതിന്മേലുണ്ടാകട്ടെ അപ്പാ. യേശുവെ, പ്രത്യേകിച്ച് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഗോൾ ബ്ലാഡറിൽ പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്.
ഗോൾ ബ്ലാഡറി പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, സൗഖ്യത്തിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം, നിറവിലായിരിക്കാം, ആ സ്നേഹത്തിൽ നമുക്ക് എപ്പോഴും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.